നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെ പിന്തുണച്ചതിന് കുവൈത്തിൽ മറ്റൊരു മലയാളി നഴ്സിനെ കൂടി നാടുകടത്തി. സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇവർക്കെതിരെ അഭിഭാഷകരാണ് പരാതി നൽകിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ അസബ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നഴ്സിനെയാണ് നാടുകടത്തിയതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പം അടിയന്തരമായി രാജ്യം വിടാനാണ് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. നഴ്സിന്റെ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. സമാന വിഷയത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസി നഴ്സിനെ നാടുകടത്തുന്ന രണ്ടാമത്തെ കേസാണിത്. നേരത്തെ കുവൈറ്റ് സിറ്റിയിലെ മുബാറക് അൽ കബീർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സിനെ നാടുകടത്തിയിരുന്നു. പത്തനംതിട്ട സ്വദേശിനിക്കെതിരെയായിരുന്നു നടപടി സ്വീകരിച്ചത് എന്നായിരുന്നു ലഭിച്ച വിവരം. ഗാസ ആശുപത്രിയിലെ ബോംബ് ആക്രമണത്തെയും പലസ്തീൻ കുട്ടികളെ കൊന്ന നടപടിയെയും പിന്തുണച്ച് കഴിഞ്ഞ ആഴ്ചയാണ് പത്തനംതിട്ട സ്വദേശിയായ നഴ്സ് സ്വന്തം സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പലസ്തീൻ വിദ്വേഷ പോസ്റ്റ് ഇട്ടത്. കുവൈത്തിലെ അഭിഭാഷകൻ അലി ഹബാബ് അൽ ദുവൈഖ് പബ്ലിക് പ്രോസിക്യൂഷന് മുൻപാകെ ഈ നഴ്സിനെതിരെ പരാതി നൽകുകയായിരുന്നു. വാട്സാപ്പ് ആപ്ലിക്കേഷനിലെ സ്റ്റാറ്റസ് അപ്ഡേറ്റിലൂടെ നഴ്സ് ഇസ്രയേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സന്ദേശത്തിൽ പലസ്തീനികളെ ഭീകരരെന്ന് പരാമർശിക്കുകയും ഇസ്രയേൽ പതാക പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. പബ്ലിക് പ്രോസിക്യൂഷനിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് മുബാറക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഈ മലയാളി നഴ്സിനെതിരെ നടപടി സ്വീകരിക്കുകയായിരുന്നു. പലസ്തീൻ വിഷയത്തിൽ രാജ്യത്തിന്റെ പൊതുനിലപാടുകൾക്ക് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് പരാതി നൽകിയത്. ഇസ്രയേലിനോട് കുവൈറ്റ് സ്വീകരിക്കുന്ന പൊതുനിലപാടുകൾക്ക് വിരുദ്ധവും കുവൈറ്റ് ഭരണകൂടത്തോടുള്ള വെല്ലുവിളിയുമാണ് കുറിപ്പെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നഴ്സിനെതിരെ അധികൃതർ നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. നഴ്സിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കുവൈത്തിൽ ആദ്യമായാണ് പലസ്തീൻ വിദ്വേഷ പോസ്റ്റിന്റെ പേരിൽ കേസെടുക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. കുവൈത്തിൽ നിന്ന് ഒരാളെ നാടുകടത്തിയാൽ തിരികെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. ഈ പത്തനംതിട്ട സ്വദേശി ഭർത്താവിനും കുട്ടികൾക്കും ഒപ്പമായിരുന്നു കുവൈത്തിൽ താമസിച്ചിരുന്നത്. സമാന വിഷയത്തിൽ 10 വർഷത്തോളമായി ബഹ്റൈനിൽ പ്രവാസിയായ കർണാടക സ്വദേശിയായ ഡോക്ടറെ ഏതാനും ദിവസം മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. പലസ്തീൻ വിദ്വേഷ പോസ്റ്റിന്റെ പേരിൽ ഡോക്ടർ സുനിൽ ജെ റാവു ആണ് നിയമ നടപടി നേരിടുന്നത്. റോയൽ ബഹ്റൈൻ ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിനിൽ സ്പെഷ്യലിസ്റ്റായ 50-കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് പിന്നാലെ ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇറക്കിയിരുന്നു. ഡോക്ടറുടെ ട്വീറ്റുകളും പ്രത്യയശാസ്ത്രവും വ്യക്തിപരമാണെന്നും ആശുപത്രിയുടെ അഭിപ്രായവും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതല്ലെന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്നുമായിരുന്നു അറിയിപ്പ്. കുറിപ്പ് വിവാദമായതോടെ സുനിൽ റാവു മാപ്പ് പറഞ്ഞിരുന്നു. തന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും അഗാധമായി ഖേദിക്കുന്നുവെന്നും ഡോക്ടർ എന്ന നിലയിൽ എല്ലാ ജീവനും പ്രധാനമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഈ രാജ്യത്തെ ജനങ്ങളെയും മതത്തെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം കുറിപ്പിട്ടു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.